ഗാർഡൻ മേക്കർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രൂണിങ്ങും വളപ്രയോഗവും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ അടീനിയം എല്ലാം നല്ല ഉഷാറായിട്ടുണ്ട്. അടീനിയം കൂടുതൽ വളപ്രയോഗം ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണല്ലോ. ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിന് വെയിലാണ് ഫ്ലവറിങ്ങിന് കൂടുതൽ സഹായിക്കുന്നത്. കുറഞ്ഞതൊരു 8 മണിക്കൂറെങ്കിലും ഇതിന് വെയിൽ കിട്ടണം. അതിൻ്റെ കോഡെക്സിൽ എത്രത്തോളം നന്നായിട്ട് വെയിൽ കിട്ടുന്നു അത്രയും നന്നായി അത് ഫ്ലവർ ചെയ്യും. എൻ്റെ കളക്ഷനില്ലാത്ത കുറേ പ്ലാന്റുകൾ ഞാൻ ഈ വർഷം ഓൺലൈനിൽ നിന്ന് മേടിച്ചിരുന്നു. ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് കിട്ടുന്നത്. എന്നാലും അതിനെ ഞാൻ കൃത്യമായിട്ട് പരിചരിച്ച് നട്ട് ആവശ്യമായ വളപ്രയോഗമൊക്കെ കൊടുത്തപ്പോൾ എല്ലാ ചെടികളും ഇപ്പോൾ പൂവിടാൻ തക്ക വിധത്തിൽ ആയിട്ടുണ്ട്. നല്ല മനോഹരമായ പൂക്കളാണ് അടീനിയത്തിൻ്റേത്. പിന്നെ അടീനിയത്തിന് ആവശ്യമായ വളപ്രയോഗവും അതിൻ്റെ റീപോട്ടിങ്ങും പ്രൂണിങ്ങും എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട്. ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂടുതൽ കെയറിങ് ഒന്നുമില്ലാതെ അടീനിയം നമുക്ക് വളർത്താം. വെള്ളം ഒരു 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടുതലായാൽ ഇതിന് അഴുകലുണ്ടാകും. അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് മാത്രമേ ഈ ചെടിക്ക് കൊടുക്കാവൂ. എല്ലുപൊടി ഒരു നല്ലൊരു ഫെർട്ടിലൈസറാണ് അടീനിയത്തിന്. എല്ലുപൊടി ഇടയ്ക്കിടയ്ക്ക്, അതായത് മാസത്തിൽ 1-2 പ്രാവശ്യം ചെടിയുടെ ചുവട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് എല്ലുപൊടി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ പ്ലാന്റുകൾ നടുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫെർട്ടിലൈസേഴ്സാണ് കൊടുക്കേണ്ടത്. പിന്നീട് വളർച്ച നന്നായി എത്തി എന്ന് മനസ്സിലാകുമ്പോൾ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്. ഈ ഫ്ലവറിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് NPK, All-19, DAP, അതുപോലെ നാനോ DAP. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നേരത്തെയുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫ്ലവറിങ്ങിനുള്ളതാണ്. ഈ ഹൈബ്രിഡ് വെറൈറ്റി അടീനിയത്തിൽ സീഡ്സ് ഉണ്ടാകുന്നതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. മഴക്കാലത്ത് ഈ ചെടികളെയെല്ലാം നമ്മൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പ്ലാന്റുകളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മഴ കൂടുതൽ ഏൽക്കാൻ പാടില്ല. മനോഹരമായ വർണ്ണങ്ങളിലുള്ള പൂക്കൾ അടീനിയം വളർത്തുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയും. വളരെ ഈസിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് അടീനിയം. അതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം വാർന്നു പോകത്തക്ക മണൽ കൂടുതലുള്ള ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം അടീനിയത്തിന് കൊടുക്കേണ്ടത്. അതുപോലെ കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗവും പരിചരണവും ഒക്കെ കൊടുത്താൽ അടീനിയം നമുക്ക് സൂപ്പറായിട്ട് തന്നെ വളർത്താൻ കഴിയും. ഒരു അടീനിയം ചെടിയെങ്കിലും ഒന്ന് വളർത്തി പരിചരിച്ച് നോക്കിയാൽ അതിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷണീയരായി വരും. അതുപോലെ ഗ്രാഫ്റ്റിങ്ങും പ്രൂണിങ്ങും ഒക്കെ അടീനിയത്തിന് കൃത്യമായിട്ട് തന്നെ നടത്തണം. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 2 തവണയെങ്കിലും സാഫ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കോഡെക്സിനും മറ്റ് കൊമ്പുകൾക്കും ഒന്നും ഇൻഫെക്ഷൻ വരാതിരിക്കാനാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ അടീനിയത്തിന് ചാരം ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. ചാരം നമുക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് കൊടുക്കണം. കോഡെക്സുകൾ നന്നായിട്ട് ഹെൽത്തിയായി കാണപ്പെടുന്ന ചെടികൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. കോഡെക്സ് നല്ല വീർത്ത് നല്ല ആകൃതിയിലിരിക്കുന്ന ചെടികളാണ് നല്ല ഹെൽത്തി ആയിട്ട് കാണുന്നത്. ഈ ചെടികൾ നടുമ്പോൾ ഇതിൻ്റെ കോഡെക്സ് മുകളിലേക്ക് ആക്കിയിട്ട് വേണം അടീനിയം നടാനായിട്ട്. എന്നാൽ മാത്രമേ ആ ചെടികളിൽ നല്ലപോലെ ഫ്ലവർ കിട്ടുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, അതുപോലെ അടീനിയം പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ കൂടുതൽ വളർത്തുന്നത്. അതുപോലെ നിങ്ങൾക്ക് അടീനിയം ചെടികളുണ്ടെങ്കിൽ അവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഏതൊക്കെ വെറൈറ്റീസാണ് ഉള്ളതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താനും മറന്നു പോകരുത്.
ഇതിൽ ഏത് കളർ ഫ്ലവറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നാടൻ വെറൈറ്റീസ് ആണോ അതോ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്.